ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ നിറയെ മമ്മൂട്ടി എന്ന സിനിമാ നടന് ക്യാൻസർ പിടിച്ചിരിക്കുന്നു എന്നുള്ള പരിഭ്രാന്തിയാണ് ഉയർന്നത്. കേരളത്തിൽ നിരവധി ആളുകളുടെ ആരാധനാപാത്രമാണ് മമ്മൂട്ടി, മോഹൻലാൽ, അങ്ങനെയുള്ള നടീനടന്മാർ. ജനങ്ങൾ അവരെ ആരാധിക്കുന്നുണ്ട്. അവരുടെ വാക്കുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തെ നിരന്തരമായി ശ്രദ്ധിക്കുന്നുണ്ട്. ഇവരിൽ നല്ലൊരു ഭാഗവും ഞാൻ പറയുന്ന പ്രകൃതി രീതികൾ തന്നെയാണ് ചെയ്യുന്നത് എന്നത് പക്ഷേ ജനങ്ങൾ അധികം അറിയാറില്ല. ആഹാരപാനീയങ്ങളുടെ കാര്യത്തിൽ തികഞ്ഞ ജാഗ്രത പുലർത്തുന്ന ഒരാളാണ് മമ്മൂട്ടി. ജ്യൂസുകളും കരിക്കിൻ വെള്ളവുമൊക്കെയായി, പഴങ്ങളുമൊക്കെയായി മോശമായ ഭക്ഷണ സാധനങ്ങൾ കഴിക്കാതെ തൻ്റെ ആരോഗ്യത്തിൽ വളരെ ജാഗ്രത പുലർത്തുന്ന ഒരാളാണ് അദ്ദേഹം. എന്നിട്ടും അദ്ദേഹത്തിന് ക്യാൻസർ വന്നു എന്നുള്ളതാണ് വാർത്ത കേട്ടവരെല്ലാം പരിഭ്രമിച്ചത്. ആ വാർത്ത അത് ശരിയല്ലാത്തൊരു വാർത്തയാണ്. അദ്ദേഹം ഈ നോമ്പ് കാലത്ത് വിശ്രമിക്കുന്നതാണ് എന്നൊക്കെയാണ് പിന്നീട് വന്ന വിശദീകരണങ്ങൾ. അതവിടെ നിൽക്കട്ടെ. എന്താണ് നമ്മുടെ സിനിമാ താരങ്ങളുടെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ? അത് നമ്മളൊന്ന് വിശകലനം ചെയ്യുന്നത് നന്നായിരിക്കും. ഏറെ സിനിമാ താരങ്ങൾ ആത്മഹത്യ ചെയ്തവരായിട്ടുണ്ട്. ഏറെയേറെ സിനിമാ താരങ്ങൾ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവരായിട്ടുണ്ട്. അതിപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള ആളുകളിൽ ഉണ്ടാകുമെങ്കിലും ഇവർക്കാകുമ്പോൾ അത് വളരെയേറെ ശ്രദ്ധിക്കപ്പെടും. വിരലിലുണ്ടാകുന്നവരേ അവരുള്ളൂ. പക്ഷേ സമൂഹത്തിൽ അത് ഉണ്ടാക്കുന്ന ചലനങ്ങൾ വളരെ വലുതാണ്. മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെങ്കിൽ അത് നമ്മുടെ സമൂഹത്തിൽ വലിയ ഭയം, വലിയ മാനസികമായ തകർച്ചയുണ്ടാക്കും. അനവധി ആളുകൾക്ക് ക്യാൻസർ രൂപപ്പെടുന്ന ഒരവസ്ഥയും ഉണ്ടാക്കും. അത് ഒരു സാമൂഹ്യ പരിഭ്രാന്തിയുടെ, സാമൂഹ്യ ആരോഗ്യാവസ്ഥയുടെ സ്വാധീനങ്ങളാണ്. സമൂഹത്തിൻ്റെ ആരോഗ്യം കാലാവസ്ഥ, ഭൂപ്രകൃതി, ഭക്ഷണരീതി എന്നിവയോടൊപ്പം തന്നെ ഏത് തരം രാഷ്ട്രീയക്കാർ ഭരിക്കുന്നു, ഏകാധിപതികളാണോ ഭരിക്കുന്നത്, കൊള്ളക്കാരാണോ ഭരിക്കുന്നത്, മാനസിക രോഗിയാണോ ഭരണാധികാരി സ്ഥാനത്തുള്ളത്, ക്രൂരനാണോ, ദയാവായ്പുള്ള ഒരാളാണോ, ഇതെല്ലാം മൊത്തം ജനങ്ങളുടെ, പ്രത്യേകിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള മാനസികാവസ്ഥയിലുള്ള ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ്, രോഗങ്ങൾക്കിടയാക്കുന്നതാണ്. ഏകാധിപതികൾ ഭരിക്കുന്ന രാജ്യങ്ങളിൽ ജനങ്ങൾക്ക് ആയുസ് കുറയുന്നു എന്നുള്ളൊരു പഠനമുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ സിനിമാ താരങ്ങളുടെ ആരോഗ്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ പലപ്പോഴും അവർക്ക് ആരോഗ്യം സംരക്ഷിച്ചു നിർത്താൻ വലിയ പ്രയാസമാണ്. അത്രയേറെ ജാഗ്രത അവർ ആരോഗ്യത്തിൽ നൽകുന്നില്ല എങ്കിൽ അവരെ നിത്യരോഗികളാക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നെനിക്ക് പറയാനുള്ളത്. അത് ഏതാണ്ട് 17 പോയിന്റുകളുണ്ട്. 17 കാരണങ്ങൾ അവരെ അനാരോഗ്യത്തിലേക്ക് തള്ളിവിടുന്നതായിട്ടുണ്ട്. എൻ്റെ പ്രകൃതി ജീവന അനുഭവങ്ങൾ ഇപ്പോൾ ഏതാണ്ട് 40-43 കൊല്ലത്തോളമായി ഞാൻ ഗാന്ധിമാർഗ പ്രവർത്തനങ്ങളിൽ വന്ന് പ്രകൃതി ജീവനവുമായിട്ട് താല്പര്യപ്പെട്ട് വരുന്നത്. നിരവധി സിനിമാ നടന്മാരെയും നടിമാരെയും അതല്ലാതെ സിനിമാ ലോകത്തുള്ള സംഗീതജ്ഞന്മാരെയും മറ്റും ചികിത്സിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ പ്രത്യേകതകളും ആ ജീവിതത്തിൻ്റെ വർണ്ണപ്പകിട്ടുകളും കരിനിഴലുകളുമെല്ലാം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. വളരെ സങ്കടത്തോടെ ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഓർക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി എന്ന അതുല്യനായ ഗാനരചയിതാവിനെയാണ്. മഞ്ഞപ്പിത്തം പിടിച്ച് വളരെ മോശമായൊരു നിലയിലാണ് കോഴിക്കോട് സിവിൽ സ്റ്റേഷന് തൊട്ടടുത്തുള്ള നേച്ചർ ലൈഫിലേക്ക് അദ്ദേഹം വരുന്നത്.
ഞങ്ങൾ എടുക്കില്ല എന്നാണ് പറഞ്ഞത്. കാരണം അദ്ദേഹത്തെ ഞങ്ങളെടുത്ത് രക്ഷപ്പെട്ടാൽ കുറച്ച് പേരറിയും, രക്ഷപ്പെടാതെ കുഴപ്പം വന്നാൽ അത് വലിയ ഭൂകമ്പമായിരിക്കും. അവസാനം അത് പ്രകൃതി ചികിത്സയ്ക്കും ചികിത്സകനായ എനിക്കും ഡോക്ടർ സൗമ്യയ്ക്കും വലിയ മോശപ്പേരുണ്ടാക്കും. പക്ഷേ അവർ മറ്റിടത്തു നിന്നെല്ലാം മടക്കിയിരിക്കുകയാണ്. രക്ഷപ്പെടില്ല എന്നുള്ളൊരവസ്ഥയാണ് പറഞ്ഞിട്ടുള്ളത്. ആ ഒരവസ്ഥയിൽ ഒരു രോഗി പറയുമ്പോൾ എനിക്ക് എൻ്റെ സൽപ്പേര് നോക്കിയിട്ട് ആ രോഗിയെ ഉപേക്ഷിക്കാൻ കഴിയില്ല. എന്തും വരട്ടെ, വരുന്നിടത്ത് വെച്ച് നോക്കാം. നമുക്ക് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരാൾക്ക് നമ്മുടേതായ ചികിത്സകൾ കൊടുക്കലാണ് കടമ. മറ്റേ ചികിത്സ കൊടുക്കൽ അവരവിടെ പറ്റില്ല, രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ചികിത്സിച്ചുകൊണ്ടേയിരുന്നതാണ് ഏതാണ്ട് ഉപേക്ഷിച്ചിരിക്കുന്നു. അങ്ങനെയാണ് ഗിരീഷ് പുത്തഞ്ചേരി എന്ന ആ മഹാപ്രതിഭയെ കോഴിക്കോട് നേച്ചർ ലൈഫിൽ 1 മാസം ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്. വളരെ നല്ല വ്യത്യാസമായി, സന്തോഷമായി. 3 മാസം നിൽക്കണമെന്ന് ഞങ്ങൾ ആദ്യമേ കരാറ് വെപ്പിച്ചിരുന്നതാണ്. പക്ഷേ 1 മാസം കൊണ്ട് നല്ല ഉത്സാഹം ഉന്മേഷം വന്നപ്പോൾ അദ്ദേഹത്തിന് പോകണം. പോകരുതെന്ന് കഴിയുന്നത്ര പറഞ്ഞു നോക്കി. പക്ഷേ വലിയ വാശിക്കാരനാണ്. എന്തോ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തതിന് ചികിത്സിച്ചിരുന്ന ഡോക്ടറുടെ കാരണ കുറ്റിക്കിട്ടൊന്ന് കൊടുത്ത കഥയൊക്കെ അദ്ദേഹത്തിൻ്റെ വീരകഥകളിലുണ്ട്. പക്ഷേ വലിയ മാറ്റമാണ് 1 മാസത്തെ പ്രകൃതി ചികിത്സ കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസുഖത്തിന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിന് തന്നെ ഉണ്ടായത്. വീണ്ടും സിനിമാ ലോകത്തേക്ക് തന്നെ പോയി. കോട്ടയത്ത് ഒരു ടൂറിസ്റ്റ് ഹോമിൽ എന്നെ വിളിച്ച്, ഞാനിപ്പോൾ കുഴപ്പങ്ങളൊന്നും കാണിക്കുന്നില്ല, കൃത്യമായി പ്രകൃതി ചിട്ടകൾ തന്നെയാണ്, ഒരു പാട്ടിൻ്റെ സംഗീതാവിഷ്കരണ രംഗത്തൊക്കെ എന്നെ കൂടെ ഇരുത്തി. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കുഴപ്പങ്ങളിലായി, വീണ്ടും തകരാറായിട്ട് തിരിച്ചു വന്നു. കരളിൻ്റെ, വൃക്കയുടെ, ക്യാൻസറിൻ്റെ ഗൗരവമായ തകരാറ് വന്ന രോഗങ്ങൾക്ക് പ്രകൃതി ചികിത്സയിൽ 1 ടൈം സെറ്റിൽമെൻറ്റേ കിട്ടാറുള്ളൂ. ഞങ്ങൾക്ക് നാണക്കേടുണ്ടാക്കിയിട്ടുള്ള പല ചികിത്സകളും രോഗി പോയി ഇടയ്ക്കൊന്ന് തെറ്റിച്ചു, 1 ദിവസം ഒന്ന് തെറ്റിച്ചാൽ എന്താ കുഴപ്പമെന്നൊക്കെ കൂടെയുള്ളവർ പറയും. അങ്ങനെയുള്ള കേസുകളിലാണ് കൂടുതലും. വീണ്ടും തിരിച്ചു വന്നു. അന്ന് അല്പം ഞങ്ങൾ ദേഷ്യപ്പെട്ടു, പക്ഷെ മിണ്ടാതിരുന്ന് കേട്ടു. വലിയ മാറ്റമാണ് വ്യക്തിത്വത്തിന് വന്നതെന്നുള്ളത്. ആ കുടുംബവുമായി വലിയ ഒരു ബന്ധം ഞങ്ങൾക്കുണ്ടായി. പിന്നീട് സംഭവിച്ചത് അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഏതായാലും 2ാമത്തെ പ്രാവശ്യവും സുഖമായിട്ടാണ്, സന്തോഷമായിട്ടാണ്, ബിലി റൂമിനെല്ലാം നേരെയായിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നത്. പിന്നെ സിനിമാ രംഗത്തുള്ളതിൽ ജെറി അമൽദേവ്, ഗിറ്റാറിസ്റ്റ് ബേണി സാറ് എന്നെ ഗിറ്റാർ പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം CSEയിൽ. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ചില പ്രയാസങ്ങളെല്ലാം മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടാണ് ജെറി അമൽദേവ് അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് വരുന്നത്. എൻ്റെ മുറിയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, വേറെ അസുഖമൊന്നുമില്ല, വയറ് ശരിയാക്കിയാൽ മതി. അത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. ഞാനിപ്പോൾ വളരെ ചുരുക്കം സിനിമ രംഗത്തുള്ളവരുടെ പേരുകളെ പറയുള്ളൂ. കാരണം അവർ സ്വന്തമായി അവരുടെ മാറ്റങ്ങൾ, ചികിത്സയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് പറയാനുള്ള അവകാശമുള്ളൂ. അതല്ലാതെ ഞാനായിട്ട് അവരുടേതൊന്നല്ല ഒരു രോഗിയുടെ രോഗത്തെക്കുറിച്ചും മറ്റൊരാളോട് പരസ്യമായിട്ട് പറയാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് സ്വയം പറയുകയോ എഴുതുകയോ ഒക്കെ ചെയ്തിട്ടുള്ളവരെ മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. അതും വളരെ ചുരുക്കി പറഞ്ഞിട്ട് അതിൻ്റെ കാരണങ്ങളിലേക്ക്, അതിൻ്റെ 17 കാരണങ്ങളിലേക്ക് ഞാൻ ചുരുക്കി പറയേണ്ടതുണ്ട്. ഏതായാലും അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഇറിറ്റബിൾ ബൗൾ സിൻഡ്രോം, വയറിൻ്റെ അസ്വസ്ഥതകളാണ്. ഏതാണ്ട് അപ്പോളോ ഹോസ്പിറ്റൽ തുടങ്ങി ഇന്ത്യയിലെ പ്രഗത്ഭമായ ആശുപത്രികളിലെ ചികിത്സകളെല്ലാം ചെയ്തിട്ടും രക്ഷപ്പെടാതെ ബേണി സാറ് പറഞ്ഞതുകൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്നത്. കേവലം 10 ദിവസം കൊണ്ട്
അദ്ദേഹം സന്തോഷമായി. ഇപ്പോൾ വർഷങ്ങളായി. അതിനിടയ്ക്ക് 2-3 പ്രാവശ്യം കൂടെ ഭക്ഷണം മാറി ഒരു ഫുഡ് പോയിസണൊക്കെ ആയിട്ടൊക്കെ അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിലല്ലാതെ അദ്ദേഹത്തിന് മറ്റൊരാരോഗ്യ പ്രശ്നങ്ങളും ചികിത്സയ്ക്ക് വേണ്ടി ഉണ്ടായിട്ടില്ല. പ്രകൃതി ഭക്ഷണത്തിൻ്റെ വലിയൊരു ഉപാസകനായി അദ്ദേഹം കൃത്യമായി ചിട്ടകൾ ചെയ്തു പോകുന്നുണ്ട്. അതേപോലെ തന്നെ ശ്രീധന്യ യൂട്യൂബിൽ നേച്ചർ ലൈഫ് TV-യിൽ ശ്രീധന്യയുടെ അനുഭവം നന്നായി തന്നെ ഒരു ഇൻ്റർവ്യൂ ആയിട്ട് വന്നിട്ടുണ്ട്. അൽഫോൻസ്, അങ്ങനെയുള്ള നിരവധിയായ നടീനടന്മാരുമായിട്ടും അതുപോലെ സിനിമാ പ്രവർത്തകരുമായിട്ടും ദീർഘകാലമുള്ള ബന്ധം, ചികിത്സാ അനുഭവങ്ങൾ എനിക്കുള്ളത് കൊണ്ട് ഇവരുടെ ജീവിതത്തെ അടുത്തു നിന്ന് കണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് പറയാമോ? ഒന്ന്, ഐഡൻറ്റിറ്റി ക്രൈസിസാണ്. പ്രത്യേകിച്ച് അഭിനേതാക്കൾക്ക്, മറ്റുള്ള അവർക്ക് അത്രയും വരുന്നില്ല. അഭിനേതാക്കൾക്ക് ഐഡൻറ്റിറ്റി ക്രൈസിസ് വരും. ഇപ്പോൾ നമ്മൾ സ്വപ്നത്തിൽ നമ്മളൊരു രാജകുമാരനാണ് എന്ന് സ്വപ്നം കാണുന്നു. അതിനനുസരിച്ചൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷമായിട്ടൊക്കെ ജീവിച്ച് എണീറ്റ് കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ രാജകുമാരനുമല്ല, യാചകനാണ്. ഒരു വിഷമതയുണ്ട്. ഇത് നിരന്തരം വരികയും ബോധപൂർവം തന്നെ യാചകനായിട്ട് അതേപോലെ ഒരു ബോഡി ലാംഗ്വേജ് എല്ലാം വരുത്തി യാചകനായിട്ട് യാചകനെ പോലെ പരിതാപകരമായൊരു ജീവിതം നയിച്ചിട്ട് അഭിനയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഇന്നർ വേൾഡിൽ ഒരു കൺഫ്യൂഷനുണ്ട്. ഞാൻ ആരാണ്? ഇപ്പോൾ അഭിനയം കാര്യമായിട്ടില്ലാത്ത ഒരു മേഖലയിലാണ് ഞങ്ങളെല്ലാം ജീവിക്കുന്നത്. ജീവിതമാണ്, ഒറ്റ ജീവിതമാണ്, ഒരേ മുഖമാണ്. അഭിനയം വന്നു കഴിയുമ്പോൾ അത് നാടകത്തിലായാലും സിനിമയിലായാലും എൻഡോക്രൈൻ സിസ്റ്റത്തിൽ നിന്ന് നാടകത്തിൽ ദേഷ്യപ്പെടുമ്പോൾ ശരീരത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ആന്തരാവയവങ്ങൾക്ക്, ഗ്രന്ഥികൾക്ക് ഇത് തൽക്കാലം സൂത്രത്തിന് വേണ്ടിയിട്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി അഭിനയിക്കുന്നതാണ്, അതിന് ഹോർമോണുകൾ അങ്ങനെ പുറപ്പെടുവിക്കണ്ട എന്നൊന്നും മനസ്സിലാവില്ല. കഥാപാത്രവുമായി അലിഞ്ഞു ചേർന്ന് അഭിനയിക്കുമ്പോൾ, സങ്കടം അനുഭവിക്കുമ്പോൾ ആ വികാരങ്ങൾ ശരിയായി പ്രതിഫലിക്കണമെങ്കിൽ അലിഞ്ഞു ചേർന്ന് അഭിനയിക്കുന്നവരിൽ ആ ഹോർമോണുകളൊക്കെ തന്നെ വരും. പ്രത്യേകിച്ച് സിനിമയിലാണെങ്കിൽ അത് മുറിച്ചും സംവിധായകൻ കട്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിർത്തിയും ആക്ഷൻ എന്ന് പറയുമ്പോൾ തുടങ്ങിയും ഈ ഷിഫ്റ്റിങ് സാധാരണ ആളുകൾക്ക് പറഞ്ഞാൽ എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. അത് നൽകുന്ന ആന്തരികമായ ഒരു വേവലാതിയുണ്ട്, കൺഫ്യൂഷനുണ്ട്. ഇൻറ്റേണലായിട്ടുള്ള സ്പിരിച്വൽ ലെവലിലുള്ള, മെൻ്റൽ ലെവലിലുള്ള, ഫിസിക്കൽ ലെവലിലുള്ള നിരവധി തകരാറുകൾ, തകർച്ചകൾ, വേലിയേറ്റങ്ങൾ, വേലിയിറക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബോളിവുഡിലേതാണെങ്കിലും ഹോളിവുഡിലേതാണെങ്കിലും ലോകമൊട്ടാകെയുള്ള സിനിമാ മേഖലകളിൽ, നാടകരംഗങ്ങളിൽ നിൽക്കുന്നവർക്ക് ഈ ഐഡൻറ്റിറ്റി ക്രൈസിസുമായി ബന്ധപ്പെട്ട നിരവധി ഡിസോർഡറുകൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തത്, ഇവരെല്ലാവരും അണിഞ്ഞൊരുങ്ങി നടക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അവർക്ക് അവരെ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ കഴിയില്ല. അവരുടെ കൂടെ തന്നെ മേക്കപ്പ് മാനെ കൊണ്ടു നടക്കുകയാണ്. ഒരു സെക്കൻഡ് പോലും ഒരാളുടെ ദൃഷ്ടിയിലും അവരുടെ ചിമ്പിയ തലമുടിയോ അല്ലെങ്കിൽ മേക്കപ്പ് ഇല്ലാത്ത ത്വക്കിൻ്റെ നിറമോ ഒന്നും കാണാൻ പാടില്ല. അവർ അവരുടേതല്ലാത്തതുമായ മറ്റൊരു വ്യത്യസ്തമായ സുന്ദര രൂപം കാണിച്ചുകൊണ്ട് നടക്കാൻ ബാധ്യസ്ഥരാണ്. വസ്ത്രധാരണമാണെങ്കിലും എല്ലാം അവർക്കൊരു പ്രോട്ടോക്കോളുണ്ട്, അതിനനുസരിച്ച് നടക്കാൻ വിധിക്കപ്പെട്ടവരാണ്. നമ്മുടെ നാട്ടിലുള്ള മേക്കപ്പ് സാധനങ്ങളിൽ ഏറ്റവും വില കൂടിയ, ക്വാളിറ്റി കൂടിയ മേക്കപ്പ് സാധനങ്ങൾ തന്നെയാണ് ഇവർ ഉപയോഗിക്കുക. പക്ഷേ അതിലെല്ലാം ലെഡ്, ആഴ്സനിക്, മെർക്കുറി ഇങ്ങനെയുള്ള നിരവധിയായ രാസവിഷങ്ങളുണ്ട്, ഹെവി മെറ്റൽ പോയിസണുകളുണ്ട്. നിങ്ങൾ വെറുതെ നെയിൽ പോളിഷ് ഇൻഡ്യൂസ്ഡ് ക്യാൻസർ, റീഡിഫ് മെയിൽ ഒന്ന് നോക്കുക. നെയിൽ പോളിഷ് ഉണ്ടാക്കുന്ന ക്യാൻസർ നിങ്ങൾ ഞെട്ടും. ഈ നെയിൽ പോളിഷിലുള്ള നിരവധി ഘടകങ്ങൾ
ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് എന്നാണ് റിലീഫ് കോമിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അല്ലാതെ നിങ്ങൾ ചെക്ക് ചെയ്താലും ഇത് തന്നെ കിട്ടും. ലിപ്സ്റ്റിക്ക് ഇടാതെ എത്ര നടിമാർക്കാണ് അഭിനയിക്കാൻ പറ്റുക, പുറത്തിറങ്ങി നടക്കാൻ പറ്റുക? ലിപ്സ്റ്റിക്കിൽ ഏറ്റവും മോശമായത് മെർക്കുറി മരത്തിൽ അല്പം കുത്തിവെച്ചാൽ ആ മരം ഉണക്കിക്കളയുന്ന സാധനമാണ്. മെർക്കുറി ഉണ്ട് ലിപ്സ്റ്റിക്കിൽ, ഇടയ്ക്കിടയ്ക്ക് ഉള്ളിലേക്ക് പോയിക്കോളും. ലെഡ് ഉണ്ട്, ആഴ്സനിക്, കാഡ്മിയം, പാരബൻ, ഈ പറയുന്നതെല്ലാം ക്യാൻസർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. ഇതെല്ലാം ക്രിമിനൽ വാസന വരെ വളർത്തുന്നതാണ് ലെഡ്. നാഡീഞരമ്പുകളെ പാടെ നശിപ്പിക്കുന്നതാണ് മെർക്കുറി. ക്യാൻസർ ഉണ്ടാക്കുന്നതാണ് ലെഡായാലും മെർക്കുറി ആയാലും കാഡ്മിയമാണെങ്കിലും പാരബൻ ആണെങ്കിലും. താലേറ്റ് ക്യാൻസർ ഉണ്ടാക്കും. സിന്തറ്റിക് ഫ്രാഗ്രൻസ്, ട്രൈക്ലോസാനും കോൾട്ടാറും, ഇങ്ങനെ നിരവധി പാഷാണങ്ങൾ ചേർന്ന ലിപ്സ്റ്റിക്ക്. പിന്നെ മസ്കാരയിലും താലേറ്റ്, പാരബൻസ്, ഫോമൽഡിഹൈഡ്, കോൾട്ടാർ ഡൈ, സിന്തറ്റിക് ഫ്രാഗ്രൻസ്, ടൊളുവിൻ ഒക്കെ പെട്രോളിയം ഡിറൈവ്ഡ് സാധനങ്ങളാണ്. ട്രൈഫെനൽ ഫോസ്ഫേറ്റ് ജനിതക തകരാറ് വരെ ഉണ്ടാക്കാൻ മതി, കണ്ണിലെഴുതിയാൽ മതി. അതിൻ്റെ ഹെൽത്ത് റിസ്ക് താരതമ്യ കുറവാണ് കേട്ടോ. അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പറയുന്നത് ഐ ഇറിറ്റേഷൻ ആൻഡ് അലർജിക് റിയാക്ഷൻസ്, ഹോർമോൺ ഡിസ്റപ്ഷൻ ആൻഡ് റിപ്രൊഡക്റ്റീവ് ഇഷ്യൂസ്. അയ്യോ, മസ്കാര നമ്മൾ വെട്ടി ഒന്ന് സുന്ദരിയാകുന്നതിന് ജനിതക തകരാറുകൾ, ജനിക്കുന്ന കുട്ടികൾക്ക് അതിന് വരെയുള്ള തകരാറുകളൊക്കെ ഉണ്ടാക്കണ്ട. അതെങ്ങനെയാണ് ഉണ്ടാവണേ? തൊലിപ്പുറത്ത് പോയിട്ടുള്ള വേദനാ സംഹാരികൾ വരെ കരളും കിഡ്നിയും തകർക്കുകയാണ്. പിന്നെയാണിത്. ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ക്യാൻസർ, ന്യൂറോളജിക് ഡാമേജ്, ഇതൊക്കെയാണ് മസ്കാരയുടെ. പിന്നെ ഈ പുരട്ടണ സാധനങ്ങൾ എന്തൊക്കെയാണ് പാഷാണങ്ങൾ. ഇതിൽ ഈ ടാൽക്കൊക്കെ അല്പം ഉള്ളിലേക്ക് പോയ സ്ഥിരമായി ഉള്ളിലേക്ക് പോകുമ്പോൾ അതെല്ലാം ശ്വാസകോശത്തിലും കയറും. ടാൽക്കും ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്. ഈ ക്യാൻസറൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് എത്രയോ അസ്വസ്ഥതകൾ, അസുഖങ്ങൾ, അവയ്ക്കുള്ള മരുന്നുകളൊക്കെ കഴിച്ച് രോഗങ്ങൾ, ആ രോഗങ്ങൾക്കുള്ള മരുന്ന് കഴിച്ച് അവയവനാശങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കിയിരിക്കും. നമ്മുടെ വിചാരം നമ്മളൊക്കെ രോഗികളാകുന്നത് ചുമ്മാ അങ്ങനെ കാക്ക പറന്നിട്ട്, പുള്ളു വന്നിട്ട്, വൈറസ് വന്നിട്ട്, ബാക്ടീരിയ വന്നിട്ട് ഒന്നുമല്ല. ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോൾ ഒരു സിനിമാ താരത്തെ സംബന്ധിച്ചിടത്തോളം ഹെവി മേക്കപ്പാണ് വേണ്ടി വരുന്നത്. കഥാപാത്രത്തിനനുസരിച്ച് ഇപ്പോൾ ഒരു സിനിമയിൽ ഇല്ലാത്ത കൂനുണ്ടാക്കി സിനിമ മുഴുവനും അഭിനയിച്ച ഒരു നടനെ നമുക്കറിയാം. അതേപോലെ മുഖം മുഴുവനും വളരെ വിരൂപമാക്കി പുലിയുടെ പുറകെ പോയവരെയും നമുക്കറിയാം. ഹെവി മേക്കപ്പാണ്, ഹെവി ക്യാൻസറസ് ആണ് അവരുടെ മേക്കപ്പ് സാമഗ്രികൾ. അതിൻ്റെ അസ്വസ്ഥതകൾക്കെല്ലാം കഴിക്കുന്ന മരുന്നുകൾ, അത് ഞാൻ പറയാം. ഇതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ കാരണം അതിശക്തമായ ലൈറ്റിങ്ങുകൾ, രാത്രിയെ പകലാക്കുന്ന ലൈറ്റുകൾ. നട്ടുച്ച വെയിലത്ത് നല്ല വെളിച്ചമുള്ളപ്പോൾ സിനിമാ ഷൂട്ടിംഗ് അത്ര പറ്റുകയില്ല. അത് വളരെ രാവിലെ, രാത്രി നല്ല ലൈറ്റുകളിട്ടാണ് പലപ്പോഴും സിനിമകളുടെ ചിത്രീകരണം നടക്കുന്നത്. ഇലക്ട്രിക് ലൈറ്റ് സ്കിൻ ക്യാൻസർ ഉണ്ടാക്കുന്നതാണ്, സ്കിന്നിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ്, ഉറക്കത്തിൻ്റെ താളം തെറ്റിക്കുന്നതാണ്. ബ്ലൂ ലൈറ്റ് മാത്രമല്ല, വളരെ തീക്ഷ്ണമായ പ്രകാശത്തിൽ കൂടുതൽ നേരം നിൽക്കേണ്ടതായിട്ട് വന്നാൽ ഉറക്കത്തെ അത് ബാധിക്കും, ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും. ശരീരത്തിലെ സൂക്ഷ്മജീവികളുടെ, സ്കിൻ പ്രൊട്ടക്റ്റീവായ ബാക്ടീരിയകളുടെ ആരോഗ്യത്തെ അത് ബാധിക്കും, ദഹനേന്ദ്രിയത്തെ ബാധിക്കും, മനസ്സിനെ ബാധിക്കും, ചിന്തയെ ബാധിക്കും. അതുകൊണ്ട് സിനിമാ നടീനടന്മാർക്ക് ഈ ഹൈ വോൾട്ടേജുള്ള ലൈറ്റുകൾ, ഹാലോജൻ ബൾബുകളൊക്കെ
നിരവധി തരത്തിലുള്ള തകരാറുകൾ ഉണ്ടാക്കുന്നതാണ്, കണ്ണിന് കേടുവരുത്തുന്നതാണ്. അത് മൂന്നാമത്തെ കാരണം. നാലാമതൊരു കാരണം പറയാനുള്ളത്, ഒരു സിനിമയ്ക്ക് ലൊക്കേഷൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ കാട്ടുപ്രദേശത്തായിരിക്കും, മലമ്പ്രദേശത്തായിരിക്കും. അതെല്ലാം നഗരത്തിൽ തന്നെയാണെങ്കിൽ നടീനടന്മാർ തളച്ചിടപ്പെടുന്നവരാണ്. അവരുടെ ഗന്ധം ആകർഷിക്കും, ആരാധകർ ഓടിയെത്തും. പല ലൊക്കേഷനുകളിലും ജനങ്ങളെ മാറ്റി നിർത്താൻ വലിയ പ്രയാസമാണ്. നമ്മുടെ ജനങ്ങൾക്കെല്ലാം ഇപ്പോൾ ഭയങ്കര തിരക്കാണ്, വലിയ ബിസിയാണ് എല്ലാവരും, ഒന്നിനും നേരമില്ല. നല്ലൊരു കാര്യത്തിന് വിളിച്ചാൽ ഒട്ടും നേരമില്ല. എന്നാൽ എവിടെയെങ്കിലും ഒരു നടനോ നടിയോ വന്ന് ഒരു ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു തിരക്കുമില്ല, ഒക്കെ അവിടെ ഉണ്ടാവും, അവിടെ ഇങ്ങനെ കൂടി നിൽക്കും. അപ്പോൾ ഈ നടീനടന്മാർക്ക് പുറത്തിറങ്ങാനോ ശരിയായിട്ടൊന്ന് നടക്കാനോ ഇരിക്കാൻ ഒന്നും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ഭക്ഷണവും ലൊക്കേഷനിലേക്ക് പ്രത്യേകമായി കൊണ്ടുവരുന്നതായിരിക്കും. അത് സംവിധായകൻ ഏതെങ്കിലും കാറ്ററിംഗ് യൂണിറ്റുകാരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. അവർ ഭക്ഷണം കൊണ്ടുവരും, അല്ലെങ്കിൽ വലിയ ഹോട്ടലിൽ നിന്ന് ഓർഡർ ചെയ്യും. അതിലെ ഗ്രേവി എത്ര ആഴ്ച പഴക്കമുള്ളതാണ്, അതിലുപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ എത്ര ദിവസം വീണ്ടും വീണ്ടും വേവിച്ചതാണ്, ഇതൊന്നും നോക്കാൻ പറ്റില്ല. സൈറ്റിൽ തന്നെ അവരൊരു 12 മണിക്ക് ഭക്ഷണം എത്തിച്ചാൽ കഴിക്കാൻ കഴിയുന്നത് ചിലപ്പോൾ 3 മണിക്കായിരിക്കും. അതുകൊണ്ട് ഒരാഹാര സാധനം വേവിച്ചാൽ 2 മണിക്കൂറിനുള്ളിൽ കഴിച്ചിരിക്കണമെന്നുള്ള നിയമം സിനിമാ താരങ്ങൾക്ക് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോൾ മോഹൻലാലിനെ കുറിച്ചാണെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് കൃത്യമാണ്, തൻ്റെ ഡേറ്റിൽ, തൻ്റെ സമയത്തിൽ ഇഷ്ടാനിഷ്ടങ്ങളൊന്നുമില്ല. സംവിധായകന് പൂർണ്ണമായും സമർപ്പണം ചെയ്ത ഒരഭിനയമാണ്. മമ്മൂട്ടിയൊക്കെ അങ്ങനെ തന്നെയാണ്. പേരെടുത്ത് സിനിമാ മേഖലകളിൽ ഉറച്ചു നിൽക്കുന്ന നടീനടന്മാർ അവരുടെ ദൗത്യത്തിൽ, അവരുടെ ജോലിയിൽ, അവരുടെ അഭിനയത്തിൽ തികഞ്ഞ സമർപ്പണമുള്ളവരാണ്. സംവിധായകന് വിധീതമായിട്ട് തന്നെയാണ് അവർ ആ സമയത്ത് ലൊക്കേഷനിൽ പ്രവർത്തിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ കിട്ടണ ഭക്ഷണം അത് നല്ല ഭക്ഷണമല്ലേ സംവിധായകന്മാർ കരുതി വെക്കുക, നിർമ്മാതാവ് കാശ് മുടക്കിക്കൊള്ളുമല്ലോ. ചിക്കനും മട്ടനും ഫ്രൈയും പൊറോട്ടയും ബിരിയാണിയും ഒക്കെയാണ് കൂടുതലും എത്തുക. വളരെ ഒരു ലെവൽ കഴിഞ്ഞാൽ നടീനടന്മാർക്ക് സ്വന്തം ഭക്ഷണം കൊണ്ടുവരിക്കാൻ സാധിക്കുമെങ്കിലും ഈ പറഞ്ഞതുപോലെ അവർക്ക് ആ സമയത്തൊന്നും അത് കഴിക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് അവരുടെ ആഹാരക്രമത്തിൽ പാളിച്ചകൾ പലതരത്തിലുണ്ടാകുന്നു. വളരെ ജാഗ്രതയോടെ ഭക്ഷണം കഴിക്കുന്നവർക്ക് പോലും അതിൻ്റെ പുതുമയോടെ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളും, അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം നടീനടന്മാർക്ക് വയറിൻ്റേതായ അസ്വസ്ഥതകൾ നന്നായിട്ടുണ്ട്. അഞ്ചാമത്തെ ഒരു കാരണം അവരുടെ ഉറക്കത്തിൻ്റെ താളം നിരന്തരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. രാവിലെ തുടങ്ങി ഈ ലൈറ്റിൽ നിന്ന്, രാത്രിയും ലൈറ്റിൽ നിന്ന് അവരുടെ ഉറക്കത്തിന്, ഈ ഉറക്കം വരുന്നത് നമ്മുടെ ബോഡി സെൻസറുകൾ ഇരുളിലേക്ക് വന്നു കഴിയുമ്പോഴാണ് സ്ലീപ്പ് ഹോർമോൺസ് കൂടി അവരുടെ ബോഡിയുടെ, ശരീരത്തിൻ്റെ സിർക്കാഡിയൻ റിഥം, ആ റിഥം ക്ഷീണാവസ്ഥയിലേക്ക് വന്ന് അങ്ങനെയാണ് ഒരു ഉറക്കത്തിലേക്ക് നമ്മൾ വീഴുക. ഈ ലൈറ്റ് ഇങ്ങനെ വലിയ പ്രകാശമുള്ള വോൾട്ടേജുള്ള ലൈറ്റ് കണ്ട് ബോഡി സിർക്കാഡിയൻ റിഥം താഴേക്കും പോരില്ല. സ്ലീപ്പ് ഹോർമോണുകൾ കൂടി തലച്ചോറിനെ ഉറക്കത്തിലേക്ക് നയിക്കുകയും ഇല്ല. അതുകൊണ്ട് അവരിൽ തന്നെ അവർ വലിയൊരു സംഘർഷം നടത്തിയിട്ട് ഉറങ്ങേണ്ടതായിട്ട് വരും. പല സിനിമാ നടന്മാരും നടിമാരും മറ്റുള്ളവരും സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് ഉറങ്ങുന്നവരായിട്ടുണ്ട്. സ്ലീപ്പിംഗ് പിൽസ് കഴിച്ചാൽ ഉറക്കമല്ല കിട്ടുന്നത്, പിന്നെ മയക്കമാണ് കിട്ടുക. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ ഉറക്കം ഡിസ്റ്റർബ് ആകുന്നത് കൊണ്ട് അവർക്കുണ്ടാകുന്ന ആരോഗ്യ തകരാറുകൾ പുറകെ വരും. മറ്റൊരു വലിയ കാരണമാണ് അവർക്കുണ്ടാകുന്ന മാനസികമായ ആങ്സൈറ്റി, ഡിപ്രഷൻ, എക്സൈറ്റ്മെൻറ്റ്.
നമ്മൾ കാണുമ്പോൾ ഈ സിനിമാ നടന്മാരും നടിമാരും എല്ലാം ഭയങ്കര വലിയൊരു ലെവലിലാണ് ജീവിക്കുന്നത്. ആരാധനയാണ് നമുക്കെല്ലാവർക്കും. അമാനുഷികമായ എന്തൊക്കെയോ കഴിവുകൾ ഇവർക്കെല്ലാം ഉണ്ട് എന്നാണ് നമ്മൾ കരുതുക. പക്ഷെ അവരുടെ കാര്യത്തിൽ, അവരുടെ മാനസിക തലത്തിൽ അവരനുഭവിക്കുന്നൊരു സമ്മർദ്ദം അത് നമുക്ക് മനസ്സിലാവില്ല. ഒന്ന്, എൻ്റെ ഈ സൗന്ദര്യം അത് നിലനിൽക്കുമോ? ഒരു ചെറിയ ആക്സിഡൻറ്റ് പറ്റിയാൽ മതി. അതല്ല എങ്കിൽ പ്രായത്തിൻ്റേതായ ചുക്കിച്ചുളിവുകൾ, പ്രായത്തിൻ്റേതായ പ്രയാസങ്ങൾ ഡെവലപ്പ് ചെയ്താൽ മതി. വലിയ ആശങ്കയാണ്. എന്നേക്കാൾ സൗന്ദര്യമുള്ളവർ വരുമോ? എന്നെ ഔട്ടാക്കുമോ? സംവിധായകൻ അവരുടെ പുറകെ പോകുമോ? നിർമ്മാതാവ് അവരെ ആവശ്യപ്പെടുമോ? കാണികളെങ്ങനെ സ്വീകരിക്കും? കഴിഞ്ഞ സിനിമകളിലെ പോലെ തന്നെ എന്നെ സ്വീകരിക്കുമോ? ഈ ചിത്രം വിജയിക്കുമോ? ഹിറ്റാകുമോ? ഇല്ല എങ്കിൽ എൻ്റെ കാര്യം കഷ്ടമാവുമോ? അടുപ്പിച്ചടുപ്പിച്ച് 2-3 സിനിമകൾ പരാജയപ്പെട്ടാൽ പിന്നെ ആരെങ്കിലും വിളിക്കുമോ? വലിയ ടെൻഷനാണ്, ഉത്കണ്ഠയാണ്. താൻ അവതരിപ്പിക്കുന്ന ഈ കഥാപാത്രം യഥാർത്ഥത്തിൽ ആ കഥാപാത്രമായി ജീവിക്കാൻ കഴിയുന്നുണ്ടോ? അതിൽ തൻ്റേതായ വ്യക്തിത്വത്തിൻ്റെ പ്രത്യേകതകൾ മുഴച്ചു നിൽക്കുകയാണോ? കാണുന്നവരത് തിരിച്ചറിഞ്ഞ് കൂക്കി വിളിക്കുമോ? ആരോഗ്യത്തിന് ചെറിയ ചെറിയ തകരാറുകൾ വന്നാൽ പോലും സംവിധായകനും നിർമ്മാതാവും ഇയാളെ വിളിച്ചാൽ ശരിയാവില്ല എന്ന് പറയും. അതുകൊണ്ട് ചെറിയ അസുഖങ്ങൾ പോലും അവർക്ക് വലിയ ആകാംക്ഷയുണ്ടാക്കും. അങ്ങനെ വലിയൊരു കോംപ്ലക്സ് സിറ്റുവേഷനാണ് അഭിനയിക്കുന്ന പേരെടുത്ത സൂപ്പർ താരങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാവർക്കും ഉണ്ടാകുന്നത്. അടുത്തത് ആരാധകരാണ്. അവരെ കൊണ്ടുള്ളൊരു ശല്യം. ശല്യോ? നമ്മൾ കാണുന്നിടത്തൊക്കെ വെച്ച് ഹായ് കാണുമ്പോൾ നമുക്കെന്തൊരു സന്തോഷം. നമ്മൾ ചെല്ലുന്നു, സെൽഫി എടുക്കാൻ ആവശ്യപ്പെടുന്നു, തിരക്കിട്ട് പോവുകയാണ്, സെൽഫി എടുക്കാൻ ഇപ്പോൾ സമയമില്ല എന്നെങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മട്ടുമാറും. ആരാധകൻ നേരെ തിരിഞ്ഞ അവസ്ഥയിലേക്ക് വിമർശകനായി മാറും. ഇവിടെ നിന്ന് കൊടുക്കണം, ചിരിച്ചു കൊടുക്കണം. ഒരു സെലിബ്രിറ്റിയുടെ കഷ്ടകാലം പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? നമ്മളൊക്കെ നടക്കുന്ന രീതിയിൽ വഴിയിലിറങ്ങി നേരെ ചൊവ്വേ നടക്കാൻ പറ്റുമോ? ഒരു റെസ്റ്റോറൻറ്റിൽ കയറാൻ പറ്റുമോ? ട്രെയിനിൽ കയറാൻ പറ്റുമോ? എല്ലായിടത്തും ആരാധകർ വന്ന് പൊതിഞ്ഞു എന്ന് വരും. പലപ്പോഴും വഴിവിട്ട ബന്ധങ്ങൾ അവരിൽ ഉണ്ടായെന്ന് വരും. കുടുംബ ബന്ധങ്ങൾ ഭദ്രമായിരിക്കുന്ന നടീനടന്മാർ കുറവാണ്. അതിൻ്റേതായ മാനസിക പ്രശ്നങ്ങൾ, വിവാഹമോചനം, അടുത്ത വിവാഹം, അതിൻ്റെ മോചനം, പിന്നത്തെ വിവാഹം, ഇങ്ങനെയൊക്കെ വ്യക്തിപരമായും എങ്ങുമെത്താതെ അങ്ങുമിങ്ങുമൊക്കെ അലയുന്ന ഗതികേട് മാനസികമായിട്ട് തളർത്തുന്നതാണ്. അതിവർക്ക് നന്നായിട്ടുണ്ട്. കുട്ടികൾ, അതാണ് മറ്റൊരു പ്രതിസന്ധിയായി പലപ്പോഴും മാറുക. അവർക്ക് സമയം കൊടുക്കാനോ അവരുടേതായ സ്വഭാവ രൂപീകരണത്തിൽ ഇടപെടാനോ പലപ്പോഴും നടീനടന്മാർക്ക് കഴിയാറില്ല. തിരക്കേറിയ സിനിമാ പ്രവർത്തകർക്കും സാധിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികൾ അവർക്ക് തലവേദന ഉണ്ടാകുന്ന രീതിയിൽ, അവരെ തകർക്കുന്ന രീതിയിൽ വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. എനിക്കറിയാവുന്ന ചില നടീനടന്മാരുടെ കുടുംബത്തിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. ഇതിനുമപ്പുറത്ത് രാഷ്ട്രീയവും അവരെ വലയ്ക്കുന്നതായി മാറാറുണ്ട്. ഇവരെയെല്ലാം പിടിച്ചു നിർത്താൻ ഞങ്ങളോടൊപ്പമാണ് എന്ന് കാണിക്കാൻ രാഷ്ട്രീയക്കാർക്ക് പ്രത്യേകമായൊരു താല്പര്യമുണ്ട്. വോട്ട് മറിക്കാൻ അവരെ കൊണ്ട് സാധിക്കും. ഒരു രാഷ്ട്രീയ കക്ഷിയുടെ പോയാൽ പിന്നെ മറ്റേ രാഷ്ട്രീയക്കാരുമായി ബന്ധമുള്ള സിനിമാക്കാരും വിളിക്കുകയല്ല. സംവിധായകരോ നിർമ്മാതാക്കളോ അവനെ വേണ്ടാന്ന് പറയും. അവൻ മറ്റേ പാർട്ടിയാ, നമ്മുടെ പാർട്ടിയല്ല, ഇവൻ മതി, അവൻ. അങ്ങനെയുള്ള ടെൻഷനുകൾ, ജനങ്ങളിൽ നിന്ന് വരുന്ന വിമർശനങ്ങൾ, സിനിമാ മേഖലയിലൂടെ വന്ന് രാഷ്ട്രീയ മേഖലയിൽ പോയി തെരഞ്ഞെടുപ്പിന് നിന്നവരും അവരൊക്കെ അനുഭവിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അല്ലെങ്കിൽ അനുഭവിക്കുമായിരുന്നതിനേക്കാൾ എത്രയോ ഇരട്ടിയാണ്
സിനിമാക്കാരായിട്ട് മാറിപ്പോയത് കൊണ്ട് അനുഭവിക്കുന്നത്, സിനിമാക്കാരിൽ നിന്ന് രാഷ്ട്രീയക്കാരായതുകൊണ്ട് അതിലും എത്രയോ ഇരട്ടിയാണ് അനുഭവിക്കേണ്ടി വരുന്നതെന്ന് നാം ഈ കാലത്തിൻ്റെ സമീപകാലത്തിൻ്റെ ഒഴുക്കുകളിലൂടെ കാണുന്നുണ്ട്. മറ്റൊന്നാണ് മീഡിയ. അത് ചെറിയ ടെൻഷനൊന്നുമല്ല നടീനടന്മാർക്കുണ്ടാക്കുന്നത്. ഒരു മീഡിയയ്ക്ക് കൂടുതൽ സമയം കൊടുത്തു മറ്റേ മീഡിയക്കാർ വഴക്കാകും, അവർ മാന്താൻ തുടങ്ങും. മീഡിയയിൽ എന്നെക്കുറിച്ച് എന്താണ് വന്നത്, നല്ലത് തന്നെയാണോ വന്നത്, മോശം വന്നായി എഴുതാതിരിക്കാനുള്ള സ്വാധീനം അല്ലെങ്കിൽ കാണിക്കാതിരിക്കാൻ, അങ്ങനെ മീഡിയയുമായിട്ട് നമ്മൾ കരുതുന്നതിനേക്കാൾ വലിയ PR വർക്കുകൾ ഓരോ നടീനടന്മാർക്കും ഉണ്ട്. അവരെക്കുറിച്ച് നല്ലത് തന്നെ എഴുതുക, പ്രത്യേകമായ കഥകൾ ഉണ്ടാക്കുക, അവർ അഭിനയിക്കുന്ന കഥാപാത്രങ്ങളെക്കുറിച്ച് നല്ലത് തന്നെ എഴുതുക, ആളുകൾ കൂടുതൽ തിയേറ്ററിലേക്ക് കയറി ബോക്സ് ഓഫീസ് നിറയുന്ന രീതിയിലാക്കുക. ഇതെല്ലാം വലിയ ടെൻഷനുള്ളൊരു കാര്യമാണ്, മീഡിയ ടെൻഷൻ, അവരുടെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യൽ. അതേപോലെ മറ്റൊരു തലവേദനയാണ് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ സംഭവിക്കുന്ന എവിടെ നിന്നെങ്കിലുമൊക്കെ വലിച്ചുകൊണ്ട് വരുന്നവർ, ഓടിക്കൂടുന്നവർ, ക്യാമറാമാൻ, അസിസ്റ്റൻ്റ്, അല്ലെങ്കിൽ സംവിധായകൻ, സഹസംവിധായകൻ, ലൈറ്റ് ബോയ് തുടങ്ങിയിട്ട് വലിയ ഒരു സമൂഹത്തിൻ്റെ ഏകോപിച്ചിട്ടുള്ള പ്രവർത്തനമാണ് ഒരു സിനിമയുടെ ഷൂട്ടിങ്. നമ്മൾ കാണുന്ന ആ സിനിമയിലെ അതിൻ്റെ പിന്നാമ്പുറത്തുള്ള മനുഷ്യരുടെ ഏകോപിച്ചുള്ള പ്രവർത്തനം എന്നുള്ളത് ചില്ലറയൊന്നുമല്ല. അതിലൊരാൾക്കൊരു നീരസം, അതുകൊണ്ട് നായകന് നായികയ്ക്ക് പാര വയ്ക്കാൻ, ആംഗിളൊന്ന് തിരിച്ചു വെക്കാൻ, അങ്ങനെ മാർക്കറ്റ് ഇടിക്കാൻ പലതരം പാരകളും ഇതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ നോക്കി നിൽക്കണം. ചിലപ്പോൾ വരാനുള്ള നടന്മാരിൽ ഒരാൾ വന്നില്ല എന്ന് വരും, ഒരാൾ സുഖമില്ലാണ്ട് കിടന്നു എന്ന് വരും, അല്ലെങ്കിൽ ഷൂട്ടിംഗ് സൈറ്റിൽ വെച്ചൊരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് വരും. അങ്ങനെ പലതരത്തിലുള്ള ടെൻഷനുകൾ, ഉദ്ദേശിച്ചതിനേക്കാൾ നീണ്ടുപോകുന്ന മണിക്കൂറുകൾ, ഇങ്ങനെയുള്ള തലവേദനകൾ ഒരു ഭാഗത്ത്. അതേപോലെ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും പ്രശ്നങ്ങളും, അങ്ങനെയുള്ള പ്രയാസങ്ങൾ വേറൊരു ഭാഗത്ത്. പലപ്പോഴും സിനിമകളിൽ സംഘട്ടന രംഗങ്ങളുണ്ടാകും. കുതിരപ്പുറത്ത് നായകൻ ഇരിക്കുന്ന അല്ലെങ്കിൽ വില്ലൻ വരുന്ന രംഗങ്ങളുണ്ടാവണം. ഡ്യൂപ്പിനെ ഇടാം, പക്ഷേ കുറച്ചെങ്കിലുമൊക്കെ നായകൻ തന്നെ വരുന്നത് തന്നെയാണ് നല്ലത്. പലപ്പോഴും പല രംഗങ്ങളിലും അപകട സാധ്യതകൾ കൂടിയ രംഗങ്ങളിൽ അഭിനയിക്കേണ്ടതായി വരും. ജയൻ്റെ മരണം അങ്ങനെയായിരുന്നല്ലോ. അല്ലാതെയും ഷൂട്ടിങ്ങിനിടയിൽ പരിക്ക് പറ്റിയ നിരവധി നടീനടന്മാരെക്കുറിച്ച് നമുക്കറിയാം. അമിതാഭ് ബച്ചൻ്റെ കഥ നമുക്കറിയാം. ഇങ്ങനെയുള്ള പലതരങ്ങളായ തിരക്കുകളും മാനസികമായ സംഘർഷങ്ങളും ശാരീരികമായ രോഗങ്ങളും, സമയമില്ല, ഒന്നിനും സമയമില്ല, വ്യായാമമൊന്നും നടക്കില്ല. ആ ഒരു അവസ്ഥയും കൂടി ഉണ്ടാക്കിയാലോ, നല്ല ഭക്ഷണമില്ല, കൃത്യമായി നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, വിഷസാധനങ്ങൾ ധാരാളമായിട്ട് കെമിക്കലുകളായി മേക്കപ്പുകളായിട്ട് വരുന്നു, സാമൂഹ്യ ബന്ധങ്ങളിൽ ശക്തിയായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല, പലപ്പോഴും സങ്കടങ്ങൾ പറയാൻ പോലും കഴിയില്ല. ആളുകളാണെങ്കിൽ ഇതിനെല്ലാം അതീതമായ ഏതോ അപൂർവ വ്യക്തിത്വമാണ് ഈ വ്യക്തി എന്ന നിലയ്ക്കാണ് സുഹൃത്തുക്കളായാൽ പോലും പലരും ഇടപെടുന്നത്. ഇങ്ങനെയെല്ലാം ചേർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു നടനായാലും നടിയായാലും അവർക്ക് കൃത്യമായ അവരുടെ ഡോക്ടർമാർ കൂടി ഉണ്ടാകും. ചെറിയ തകരാറ്, ചെറിയൊരു അസുഖം കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവർ മരുന്ന് കഴിക്കേണ്ടി വരും. ജലദോഷത്തിന് മൂക്കും ചീറ്റിക്കൊണ്ട് അഭിനയിക്കാൻ പറ്റുമോ? അപ്പോൾ അത് നിർത്താനുള്ള മരുന്ന് കൂടെ കഴിച്ചാൽ, ചെറിയ പനിയുണ്ടെങ്കിൽ, തലവേദനയുണ്ടെങ്കിൽ ഒരു മരുന്ന് കഴിച്ച് ഷൂട്ടിങ് തീർക്കുകയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അവർ NSAID മരുന്നുകൾ, നോൺ സ്റ്റിറോയിഡൽ ആൻഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ്സ്, ഫീവർ മെഡിക്കേഷൻസ് ഒക്കെ ഉപയോഗിക്കും. അങ്ങനെ ശരീരം അഴുക്കിനെ കളയാൻ നടത്തുന്ന അസാധാരണ ശുദ്ധീകരണ ശ്രമങ്ങളെ അനുവദിക്കാതെ അവർ മരുന്ന് കഴിച്ച് പതുക്കെ അതെല്ലാം അസുഖങ്ങളിൽ നിന്ന് രോഗങ്ങളിലേക്ക് പ്രമോഷൻ മേടിക്കും. ജലദോഷത്തിനൊക്കെ മരുന്ന് കഴിച്ചത് ആസ്തമയാകും.
ആ മരുന്നുകളെല്ലാം അൾസർ ഉണ്ടാക്കും. കഫക്കെട്ടും പ്രശ്നങ്ങൾക്കും കഴിക്കുന്ന മരുന്നുകൾ അസിഡിറ്റി കൂട്ടും, അതിനുള്ള മരുന്ന് കഴിക്കും. അങ്ങനെ രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് അവർക്ക് പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, സ്ട്രോക്ക്, ക്രോൺസ് ഡിസീസ്, അതിൻ്റെ എല്ലാം മരുന്നുകൾ കൂടെ അവർക്ക് മാരകമായ രോഗങ്ങൾ തീർച്ചയായും കിട്ടും. സപ്രഷനാണ് വരുന്നത്. അങ്ങനെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അതിരുകടന്ന അവരുടെ ആകാംക്ഷയിൽ മരുന്നുകളെ സ്വീകരിച്ചാൽ അവർക്ക് വലിയ നാശമാണ് വലിയ താമസമില്ലാതെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സിനിമാ രംഗത്തുള്ള ഒരാൾക്ക് ക്യാൻസർ എന്നോ ക്രോൺസ് ഡിസീസ് എന്നോ പാർക്കിൻസൺ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അധികം അമ്പരപ്പിന് അവകാശമില്ല. അവർ വളരെ ആരോഗ്യകരമായി വളരെ റിസ്ക്കുള്ള അപകട സാധ്യതയുള്ള അല്ല അപകടത്തിൽ തന്നെയായ ഒരു മേഖലയിലാണ്. ഏതായാലും അതിനുള്ള പരിഹാരം തീർച്ചയായും ഉണ്ട്. ആ മേഖലയിലുള്ള പലരുമായിട്ട് ഞാനത് ഷെയർ ചെയ്യാറുണ്ട്. വളരെ നീണ്ടുപോയ ഈ വീഡിയോ ഇനിയും നീട്ടുന്നത് ശരിയല്ല. പരിഹാരങ്ങൾ നിരന്തരമായി യൂട്യൂബിലൂടെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം. കമൻറ്റുകൾ വളരെ വിലപ്പെട്ടതാണ്. Like, subscribe and press bell button. Stay tuned for more videos.